ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഇതിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്ന ശംഖുപുഷ്പ പൂവാണ്. ഇപ്പം നമുക്ക് ബ്ലൂ കളറുണ്ട്, അത് നമുക്ക് ബ്ലൂ ടീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഗ്രീൻ ടീന് പകരമായിട്ടുള്ളൊരു കാര്യമാണ് ബ്ലൂ ടീ. പക്ഷേ നമുക്ക് ഈ വൈറ്റ് പൂ കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും മറ്റുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പം അതുപോലെ തന്നെ വേറെ പൂക്കളുമുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൂക്കളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. ഞാൻ റോഷൻ പോകൽ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാനിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖുപുഷ്പം എന്നുള്ള പൂവിനെ കുറിച്ചിട്ടാണ് കുറച്ച് കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശംഖുപുഷ്പം ഇതാണ് ശംഖുപുഷ്പം. പല രീതിക്കും വരുന്ന പൂക്കളാണ് നമുക്കുള്ളത്. നീല, പിന്നെ വൈറ്റ്, പിന്നെ അതിലും കുറച്ചുകൂടി നീലയായിട്ട് വരുന്ന പൂക്കളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശംഖുപുഷ്പ പൂവിനെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന നല്ല ഗുണങ്ങളെ, അതായത് ശംഖുപുഷ്പത്തിൽ നിന്ന് നമുക്ക് നല്ല ഗുണങ്ങളെ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ നിങ്ങൾ കൂടി ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളെക്കുറിച്ചുള്ള ഗുണങ്ങളെയാണ് ഞാൻ കുറച്ച് പറഞ്ഞു തരാതിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ആയുർവേദത്തിൽ കുറേ ഡോക്ടർമാർ വരെ ഇതിനെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ മോശമെന്ന് ഞാൻ പറയുകയില്ല, കാരണം ഈ പൂക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഇതിൽ പലതരം പൂക്കളുണ്ട്. ഇപ്പോൾ ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ അതിലും അഡീഷണൽ ആയിട്ടുള്ള ചെറിയൊരു ബ്ലൂ കളറിൽ വൈറ്റ് ഷെയ്ഡിലും വരുന്ന ഇതുമുണ്ട്, പൂക്കളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പൂക്കൾ ഇത്രയും മാത്രമാണ്. അപ്പോൾ ഈ പൂക്കൾ കൊണ്ടുള്ള ഗുണം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെള്ളപ്പൂക്കൾ, അതായത് നമ്മുടെ ശംഖുപുഷ്പത്തിലെ വെള്ളപ്പൂവിൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ ഗുണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പൂവാണ് വൈറ്റ് പൂ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വേര് നമ്മൾ ഉണക്കിയെടുത്ത് അത് അരച്ച് ചാലിച്ച് നമ്മളൊരു അര സ്പൂൺ നമ്മൾ അതിൻ്റെ ഇതെടുത്തിട്ട് അതിൽ അര സ്പൂൺ വെണ്ണയും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്ത് ചാലിച്ച് കുഞ്ഞുങ്ങൾക്ക് വെറും വയറ്റിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓർമ്മശക്തികൾക്ക് കൂട്ടുവാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വെള്ളപ്പൂക്കൾ കൊണ്ട് ചെയ്യുന്ന ഗുണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും ഇത് ഭയങ്കരമായിട്ടുള്ള ഉപയോഗമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണക്കി പൊടിപ്പിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സാധനമാണിത്. പിന്നെ അതുപോലെ നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തെ വർദ്ധിപ്പിക്കാനും പിന്നെ നമ്മുടെ ശരീരങ്ങളിൽ അടിഞ്ഞു കൂടിയ അണുക്കളെ വരെ നശിപ്പിക്കാൻ വരെ കഴിയും. പിന്നെ അതുമാത്രമല്ല, സ്ഥിരമായി മദ്യപിച്ച് അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൂക്കൾ ഉപയോഗിക്കും. അതായത് ഡി അഡീഷൻ ട്രീറ്റ്മെൻ്റ് ആണ് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ പൂ വരെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ ഹെൽത്തി ആയിരിക്കുവാനും ഏറ്റവും അധികം ആയുർവേദത്തിൽ പറയുന്ന ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം പറയുന്ന പൂക്കളാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ തലേ ദിവസത്തിലെ വെള്ളത്തിൽ നമ്മളത് കുടിക്കുവാൻ വേണ്ടി, അതായത് ഈ ഇളം ചൂട് വെള്ളത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം നമ്മൾ ഇളം ചൂട് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ പൂക്കൾ കണ്ടില്ലേ, ഈ പൂക്കൾ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇളം വെള്ളത്തിൽ തന്നെ നമ്മൾ ഈ പൂക്കൾ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് സമയം നമ്മൾ നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ നീല ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ ഞാൻ ഈ ഗ്ലാസ്സിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളം നിറച്ച് വെച്ചേക്കുക. അപ്പോൾ ആ ഗ്ലാസ്സിലിട്ടതിന് ശേഷം ഇതിൽ നിന്ന് കളർ ഇറങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ബ്ലൂ കളറായി മാറും. അപ്പോൾ നമുക്ക് ബ്ലൂ ടീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും ഞാൻ ചൂടുവെള്ളത്തിൽ ഞാൻ നീല ശംഖുപുഷ്പമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ആ കളറാണ് ഈ നീല കളറായിട്ട് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരുന്ന വെള്ളത്തിലേക്ക്. അപ്പോൾ ചൂടുവെള്ളം എടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഭയങ്കര ചൂടുവെള്ളം എടുക്കരുത്, ഗ്ലാസ് പൊട്ടിക്ക് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താ, നമ്മൾ പൂക്കൾ ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിയാൻ നേരത്ത് അതിലേക്ക് നീല കളർ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. നീല കളറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കളർ. അപ്പോൾ നമ്മളത് കാത്തിരിക്കുക, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നീല കളറായി മാറിയിട്ടുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ്, ആ നീല കളറിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് മൊത്തമായത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേണ്ടേ. അപ്പോൾ അതിനും പകരം നമ്മളിതൊരു നാരങ്ങ നീര് എടുക്കുക. നാരങ്ങ നീര് കൊണ്ടൊന്ന് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ശരീരത്തിൽ നല്ലൊരു ആരോഗ്യമല്ലേ. അപ്പോൾ ആ നാരങ്ങ നീര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ വ്യത്യസ്തമായിട്ടൊരു വേറൊരു കളറാണ് നമുക്കത് കിട്ടുന്നത്. നാരങ്ങ നീര് ഒഴിച്ച് കഴിയുമ്പോൾ ആ ബ്ലൂ കളർ ഷെയ്ഡിൽ നിന്ന് ഒരു പിങ്ക് കളർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ശംഖുപുഷ്പവും മോശമൊന്നുമല്ല. അപ്പോൾ അതും നമുക്ക് ഉപയോഗിക്കാൻ പ്രാധാന്യമാണ്. എന്നാൽ വെച്ചിട്ട് നമുക്ക് ഈ കളറിൻ്റെ വെള്ളവും നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും രാവിലെ നമ്മളിത് കുടിക്കുക. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് എന്നും നല്ല ഇതായിരിക്കും. ഒരു ബ്ലൂ ടീയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ബ്ലൂ ടീയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിക്ക് ഏറ്റവും വലിയ പ്രാധാന്യപ്പെടുന്ന ഒരു കാര്യമാണ് നീല ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ടീയാണിത്. അപ്പോൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ആരോഗ്യമാണ്. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുക, ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിക്കും ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചില ആൾക്കാർ ഇതിന് ഇപ്പോഴും സംശയിച്ചിരിക്കുന്നുണ്ട്. സംശയിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും, നമ്മുടെ ഹെൽത്തിക്ക് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും ബൈ.